Hi everyone! എന്തായാലും വിശേഷം എടാ ബയോളജി ഓക്കെ ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം വേറെ ഉണ്ടാവില്ല. അതും +2 റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് അല്ലേ? യെസ്. അപ്പോൾ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ യൂണിറ്റിൽ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം ഉണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഉണ്ട്, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ഉണ്ട്, ആൻഡ് 4ാമത്തെ ചാപ്റ്റർ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഉണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. അതിൽ ഏറ്റവും വലിയ ചാപ്റ്ററാണ് നമ്മുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് അല്ലേ? പൊതുവെ എനിക്കൊക്കെ +2 പഠിക്കുമ്പോൾ ഈ ഒരു യൂണിറ്റിൽ കുറച്ചും കൂടി ഇടങ്ങേറ് തോന്നിയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെ. കാരണം കുറച്ച് അത്യാവശ്യം ലെങ്തി ആണ്, കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ്, എന്നാൽ കുറേ പുതിയ കാര്യങ്ങളുണ്ട്, കുറച്ചധികം എക്സ്ട്രാസ് ഉള്ള ഒരു ചാപ്റ്ററാണ്. യെസ്. അപ്പം സംഭവം ഭയങ്കര സിമ്പിളായിട്ട് ഒരു കഥ പോലെ നമുക്ക് പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. അതാണ് നമ്മൾ ഏതൊരു ചാപ്റ്റർ എത്ര വലുതാണെന്നുണ്ടെങ്കിലും എത്ര ടഫ് ആണെന്നുണ്ടെങ്കിലും അത് ഒരു രസകരമായിട്ട് പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര രസമായിട്ട് പഠിക്കാം അല്ലേ? അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ബ്രീഫായിട്ടൊരു കുഞ്ഞു കാര്യം ഞാൻ പറഞ്ഞുതരാം എങ്ങനെ പഠിക്കണം എന്നുള്ളത്. ആൻഡ് നമ്മൾ എങ്ങനെയാണ് ഞാൻ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ മാത്രമാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ആൻജിയോസ്പേംസ് ആൻഡ് അവയിലുള്ള സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലേ? യെസ്. അപ്പം സെക്ഷൽ റീപ്രൊഡക്ഷൻ മെയിൻ ഇവന്റ് എന്താണ് ആ മെയിൻ ഇവന്റ്? ഫെർട്ടിലൈസേഷൻ ആണ്. ഫ്യൂഷൻ ഓഫ് മെയിൽ ഗാമീറ്റ് ആൻഡ് ദ ഫീമെയിൽ ഗാമീറ്റ്. ഞാൻ എപ്പോഴും പറയുള്ളത് രാജകുമാരൻ കിങ്ങും ക്യൂനും തമ്മിൽ കണ്ടുമുട്ടുന്ന ആ ഒരു നിമിഷം. യെസ്, രാജകുമാരനും രാജകുമാരെ കണ്ടുമുട്ടുന്ന നിമിഷം. ഫ്യൂഷൻ, ഓക്കെ, ഫെർട്ടിലൈസേഷൻ, അതാണ് മെയിൻ ഇവന്റ് എന്ന് പറയുന്നത് അല്ലേ? അപ്പം ആ ഇവന്റ് അതാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഫെർട്ടിലൈസേഷൻ, മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതിന് മുന്നേ നിങ്ങളൊന്ന് ആലോചിക്കണം, ഇവന്റിൽ ആരൊക്കെയാണ് പങ്കെടുക്കാൻ പോണത്? മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും. അപ്പോൾ മെയിൽ ഗാമീറ്റ് ഉണ്ടാവണം, ഫീമെയിൽ ഗാമീറ്റ് ഉണ്ടാവണം. എങ്ങനെയാണ് ഉണ്ടാവുന്നത്? എവിടെയാണ് ഉണ്ടാവുന്നത്? ഫ്ലവേഴ്സിലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത് ഫ്ലവറിനെ പറ്റിയിട്ടാണ്. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് മതിട്ടോ. ആദ്യം നമ്മൾ പഠിക്കണം ഫ്ലവറിനെ പറ്റിയിട്ടാണ്. ഫ്ലവറിന് എന്തൊക്കെ ഭാഗങ്ങൾ ഉണ്ട് എന്നുള്ളത് പഠിക്കണം അല്ലേ? അപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ച് സെറ്റ് ആയിട്ടിരിക്കാന്ന് വിചാരിച്ചോ. അടുത്തത് എന്താ പഠിക്കേണ്ടത്? നമ്മൾ രാജകുമാരി വേണം. യെസ്. അപ്പോൾ രാജകുമാരൻ മെയിൽ ഗാമീറ്റ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, എവിടെയാണ് ഉണ്ടാവുന്നത്, ഈ മെയിൽ ഗാമീറ്റിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് പഠിക്കണം. സോ അതിലാണ് നമ്മൾ സ്റ്റെമിനെ പറ്റി പഠിക്കുന്നുണ്ട് അല്ലേ? മൈക്രോസ്പോറോജെനസിസിനെ പറ്റി പഠിക്കുന്നുണ്ട്, പോളൻ ഗ്രെയിൻസിനെ പറ്റി പഠിക്കുന്നുണ്ട്, മെയിൽ ഗാമീറ്റ്, ജനറേറ്റീവ് സെൽ, വെജിറ്റേറ്റീവ് സെൽ, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? അതങ്ങനെ കഴിഞ്ഞു. രാജകുമാരൻ സെറ്റാണ്. രാജകുമാരൻ ഫുൾ ഉഷാറായിട്ടിരിക്കുക. ഓക്കെ. രണ്ടാമത്തത് രാജകുമാരി, ഫീമെയിൽ ഗാമീറ്റ്. യെസ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഗൈനീഷ്യത്തെ പറ്റി പഠിക്കുന്നുണ്ട്. പിസ്റ്റിൽ, കാപ്പൽ അല്ലേ? സ്ട്രിഗ്മ, സ്റ്റൈൽ, ഓവറിക്കകത്ത് ഒവ്യൂളിനകത്ത് ഓവറിക്കകത്ത് അതിൻ്റെ ഒരു ലൊക്യൂൾ ഉണ്ട്. പ്ലസന്റയിൽ നിന്ന് നമ്മൾ ഒവ്യൂൾ ഉണ്ടാവുന്നു. ഒവ്യൂളിൻ്റെ പ്രത്യേകത, പല തരത്തിലുള്ള ഒവ്യൂൾസിനെ പറ്റിയിട്ട് നമ്മൾ പറയുന്നു. ഈ ഒവ്യൂളിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മുടെ എംബ്രിയോ സാക്ക് ഉണ്ടാവുന്നത്. അതിലല്ലേ നമ്മുടെ എക്സെൽ ഉള്ളത്? യെസ്, എക്സെൽ. ഓക്കെ, മറക്കരുത്, നമ്മുടെ രാജകുമാരി. ഓക്കെ. സോ നിങ്ങൾ ആലോചിക്കാം. അപ്പം അങ്ങനെ നമ്മൾ രാജകുമാരിയും സെറ്റായിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് എന്ത് വേണം? ഇവർ അവിടെ ഇവിടെ ഇരുന്നിട്ട് കാര്യമുണ്ടോ? നോ, അവരടുത്ത് വരണം അല്ലേ? ഇപ്പം നിങ്ങൾ ആലോചിക്കുക, ഈ ആൻജിയോസ്പേംസിൽ മെയിൽ ഗാമീറ്റും നോൺ മൊട്ടൈലാണ്, ഫീമെയിൽ ഗാമീറ്റും നോൺ മൊട്ടൈലാണ്. ഇവരടുത്തോട്ട് കൊണ്ടുവരണ്ടേ? അങ്ങനെ കൊണ്ടുവരാനുള്ള ഒരു മെക്കാനിസമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പോളിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പോളിനേഷൻ പല തരത്തിലുള്ള പോളിനേഷൻ ഉണ്ട്. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പോളിനേഷൻ, 3 തരമുള്ളൂ കേട്ടോ. ഓക്കെ. ആൻഡ് ഇതിന് വേണ്ടിയിട്ട് അവർ പല ഏജൻസിന് ഉപയോഗിക്കുന്നുണ്ട്. വിൻഡ് ആവാം, വാട്ടർ ആവാം, ഇൻസെക്ട്സ് ഓർ ആനിമൽസ്. ഓക്കെ. സോ അതിനെ പറ്റി കഴിഞ്ഞാൽ പോളിനേഷൻ കഴിഞ്ഞു. അങ്ങനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കടാ, ഒരു സ്റ്റിഗ്മയിൽ ഏത് പലതരത്തിലുള്ള വെറൈറ്റീസ്, പല സ്പീഷീസിൻ്റെയും പോളൻ ഗ്രെയിൻ വന്ന് പതിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ ഒരേ സ്പീഷീസിലുള്ള പോളൻ ഗ്രെയിൻ വന്ന് പതിച്ചാൽ എങ്ങനെയാണ് സ്റ്റിഗ്മ അതിനെ മനസ്സിലാക്കാൻ പോകുന്നത്, എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? ഓക്കെ, മനസ്സിലായോ? പിന്നെ തുടർന്നിട്ടുള്ള ഇവന്റ്സ് എന്തൊക്കെയാണ്? പോളൻ പിസ്റ്റിൽ ഇന്ററാക്ഷൻ, അത് പറ്റി പഠിക്കണ്ടേ? വേണം. ഓക്കെ, അതും പഠിച്ചു കഴിഞ്ഞു. ഇങ്ങനെ വഴിക്കായിട്ട് നമ്മളിങ്ങനെ പഠിച്ചത് വെരി സിമ്പിൾ ആണ്. അങ്ങനെ പോളൻ പിസ്റ്റിൽ ഇന്ററാക്ഷൻ ഒക്കെ കഴിഞ്ഞു. പോളൻ പിസ്റ്റിൽ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പോളൻ വന്ന് ഓവ്യൂളിൻ്റെ ഉള്ളിൽ പോളൻ ട്യൂബ് എത്തുന്ന വരെ ഉള്ള സാധനം അല്ലേ? സൈനജിറ്റ്സിൽ എത്തുന്ന വരെയുള്ള സാധനം, അല്ല ഓവ്യൂളിൽ എത്തുന്ന വരെയുള്ള സാധനം, അതാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് എന്താണ്? നമ്മുടെ എംബ്രിയോ സാക്കിൻ്റെ ഉള്ളിലോട്ട് കയറ്. അങ്ങനെ 2 മെയിൻ സാധനങ്ങൾ സംഭവിക്കാൻ പോവാണ്. 2 രാജകുമാരന്മാരാണ് വരുന്നത്, 2 മെയിൽ ഗാമേറ്റ്സ്. ഒരു മെയിൽ ഗാമേറ്റ് എക്സലിനെ കണ്ടുമുട്ടി. ഫെർട്ടിലൈസേഷൻ, സിംഗമി, സൈഗോട്ട്. യെസ്. അടുത്ത ഒരു ഗാമറ്റും കൂടി ഉണ്ട്. ചെങ്ങായി എവിടെ പോവും?
നമ്മുടെ സെൻട്രൽ സെല്ലുണ്ട്, അതിൽ 2 പോളാർ ന്യൂക്ലിയർ ഇരിക്കുന്നുണ്ട്, ഹാപ്ലോയിഡ് മെയിൽ ഗാമീറ്റ് ഹാപ്ലോയിഡ്, 3 ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് നമ്മൾ ഫ്യൂസ് ചെയ്യുന്നു, ഒരു ട്രിപ്ലോയിഡ് പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് ഉണ്ടാവുന്നു. ആ സെൻട്രൽ സെല്ലിന് പിന്നെ എന്തായിട്ട് മാറുന്നു? പ്രൈമറി എൻഡോസ്പെർം സെല്ലായിട്ട് മാറുന്നു. അത് പിന്നീട് എൻഡോസ്പെർം ആയിട്ട് മാറുന്നു. അങ്ങനെ സൈഗോട്ട് എന്താവാണ്? എംബ്രിയോ ആവാണ്. നമ്മുടെ പ്രൈമറി എൻഡോസ്പെർം സെല്ല എന്തായിട്ട് മാറാണ്? എൻഡോസ്പെർം ആയിട്ട് മാറാണ്. അപ്പം നിങ്ങൾ ആലോചിക്കണം, ഏതായിരിക്കും ആദ്യം നടക്കുക? യെസ്, കുട്ടി വളരണം, എംബ്രിയോ വളരണം. എംബ്രിയോ വളരുമ്പോൾ അതിന് ന്യൂട്രീഷൻ വേണം. അപ്പോൾ എംബ്രിയോ ഡെവലപ്മെന്റ് ആണ് ആദ്യം നടക്കേണ്ടത്. അപ്പോൾ നമ്മൾ എംബ്രിയോ ഡെവലപ്മെന്റ് പഠിക്കും, അതിൻ്റെ സവിശേഷതകളെ പറ്റി പഠിക്കും. ഓക്കെ, എൻഡോസ്പെർം ഡെവലപ്മെന്റ് ആദ്യം നമ്മൾ പഠിക്കും, അതിൻ്റെ സവിശേഷതകളെ പറ്റി പഠിക്കും. പിന്നീട് എംബ്രിയോ ഡെവലപ്മെന്റ് നടക്കുകയാണ്, അതിൻ്റെ സവിശേഷതകളെ പറ്റി നമ്മൾ പഠിക്കും. കഴിഞ്ഞോ? പിന്നെ എന്താ നമുക്കുള്ളത്? ഒവ്യൂൾ ഇരിക്കുന്നുണ്ട്, ഓവർ ഇരിക്കുന്നുണ്ട്, ഫ്രൂട്ടും സീഡും. അപ്പോൾ സീഡ് ഡെവലപ്മെന്റ് പറ്റി പഠിക്കും, എങ്ങനെ ഫ്രൂട്ട് ഉണ്ടാവുമെന്ന് പഠിക്കും, അതിന് കുറച്ച് എക്സ്ട്രാസും കാര്യങ്ങളും നമ്മൾ പഠിക്കും. ആൻഡ് സീഡിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ എന്തൊക്കെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ പഠിക്കും. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് നമ്മുടെ പ്രകൃതിക്ക് എപ്പോഴും ഇഷ്ടം എന്താണ്? വൈവിധ്യങ്ങളാണ്. സെൽഫ് പോളിനേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇൻബ്രീഡിങ് ഡിപ്രഷൻ ഉണ്ടാവും. കണ്ടിന്യൂഡ് സെൽഫ് പോളിനേഷൻ ആണെങ്കിൽ ഇൻബ്രീഡിങ് ഡിപ്രഷൻ ഉണ്ടാവും. സോ ക്രോസ് പോളിനേഷനെ എൻകറേജ് ചെയ്യാനും സെൽഫ് പോളിനേഷനെ ഡിസ്കറേജ് ചെയ്യാനും ഉള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ഔട്ട് ബ്രീഡിങ് ഡിവൈസസ്. അതിനെ പറ്റി പഠിക്കണം. ആൻഡ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനെ പറ്റി പഠിക്കണം. ആൻഡ് അപ്പോമിക്സിസിനെ പറ്റി പഠിക്കണം. ഫെർട്ടിലൈസേഷൻ ഇല്ലാണ്ട് സീഡ് ഉണ്ടാവുന്ന ഒരു കണ്ടീഷൻ അല്ലേ നമ്മൾ ഡിപ്ലോയിഡ് എക്സൽ നേരെ എംബ്രിയോ ആയിട്ട് മാറുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പോളി എംബ്രിയോണി എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ ഇൻ സിട്രസ് ആൻഡ് മാംഗോ. ഇതിനൊക്കെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്നുള്ളൂ. ഇത്രേ ഉള്ളൂടാ. ഇതൊക്കെ എന്താ? കുറച്ച് ന്യൂ സാധനങ്ങൾ. മനസ്സിലായോ? ഈ ഒരു മേഖലയിൽ വന്നിട്ടുള്ള പുതിയ കാര്യങ്ങൾ, ഇമ്പ്രൂവ്മെന്റ്സ്, അത്രയ്ക്കേ ഉള്ളൂ. അപ്പം ഈ ഒരു രീതിക്ക് നമ്മൾ പഠിച്ച രസകരമായിട്ട് ഇനിയും ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, വളരെ രസകരമായിട്ടാണ്. നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ആരും ക്ലാസ് ഒന്നും മിസ്സാക്കരുത് കേട്ടോ. ഓക്കെ, ഉഷാറായിട്ട് പഠിക്കാളാ. ബിക്കോസ് വി ആർ ഡിസ്കസിങ് അറൌണ്ട് ഐ തിങ്ക് 200 ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ. 200 ക്വസ്റ്റ്യൻസോളം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ മതി, അതിനപ്പുറത്തേക്കൊന്നും വേണ്ട. ഓക്കെ, സോ അത്രേ ഉള്ളൂ. സോ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കാം. ഓക്കെ, ഇത് വലിയൊരു ചാപ്റ്ററാണെന്ന് വിചാരിച്ചിട്ട് ആരും പേടിച്ച് മാറി നിൽക്കരുത്. ഭയങ്കര രസകരമായിട്ട് പഠിക്കാവുന്ന ഒരു ചാപ്റ്ററാണ്. ഇത്രേ ഉള്ളൂ. രാജകുമാരെയും കണ്ടുമുട്ടിപ്പിക്കണം. അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നടക്കണം. ഈ കണ്ടുമുട്ടിന് ശേഷം കുറച്ച് കാര്യങ്ങൾ നടക്കണം. ദാറ്റ്സ് ഇറ്റ്. സോ ഉഷാറായിട്ടിരിക്കാം.